അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മകൻ അബൂബക്കറിന് ശക്തമായ പനി ബാധിച്ചു. കൂടെ ശ്വാസമുട്ടും നീർക്കെട്ടും. പിതാവായ നാലകത്ത് കുഞ്ഞു മൊയ്തീൻ സാഹിബിന് വറല്ലാഹു മർഖദുഹു രോഗശമനത്തിനു വേണ്ടി നിർദ്ദേശിച്ച ആത്മീയ ഔഷധമാണ് നഫീസത്തു മാലയായി ആസ്വാദക ലോകത്തിന് ലഭിച്ചത്. ബിസ്മിയും ഹംദും സ്വലാത്തും നൽസലാമും മുന്നേ പിള്ളിന ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. ക്രിസ്താബ്ദം 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പണ്ഡിതയും പ്രബോധകയുമായിരുന്നു ബീവി നഫീസ റളിയല്ലാഹു അൻഹ. ഇസ്ലാമിക ആധ്യാത്മിക വനിതാ ജ്ഞാനികളിൽ പ്രമുഖയായിരുന്നു ബീവി. ചൊല്ലുവാൻ സനത്തിനാലെ നൂറും ചാദർ ഫത്തേ ജബദനിൽ ഫക്കായ മക്ക ദിക്കതിൽ ഊദീത്തേ. അല്ല തൻ്റെ അമ്പിനാലെ ആദരിത്താമേത്തേ ഖാതിമൻ നബിന്റെ മകൾ ഫാത്തിമ ബിഫേത്തേ. സനത്തിനാൽ 100 അഥവാ 100-ാം വർഷം. ചതുർപത്ത് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് 40-ഉം അഭിജത് കണക്കനുസരിച്ച് ജബ എന്നാൽ 5-ഉമാണ്. അതായത് ഹിജ്റ വർഷം 145-ൽ മക്കയിലെ പ്രവാചക കുടുംബത്തിൽപ്പെട്ട പണ്ഡിതനും ആത്മീയ ജ്ഞാനിയുമായ സയ്യിദ് ഹസനുൽ അൻവറിന്റെ മകളായിട്ടാണ് ബീവി നഫീസ റളിയല്ലാഹു അൻഹ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത്. ഉദിത്ത് റബ്ബിൻ ഏകൽ പോലെ തോന്ന ഇബാദത്തെ ഉന്മയിൽ ഇടവിടാതെ ദായിമൻ എടുത്തേ. മതിഫിടാം ഞാനും പലതും വായുമാൽ പാടിത്തേ മാനിയായ ബാക്കിയോനിൽ പ്രിയമാലാടുത്തേ. ബീവി നഫീസ റളിയല്ലാഹു അൻഹ ദീനി വിജ്ഞാനം ധാരാളം പല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അതുവഴി തന്മൂലം അള്ളാഹുലേക്കുള്ള പ്രിയം അടുത്തുകൊണ്ടേയിരുന്നു. ആ പ്രിയം ബീവി നഫീസ റളിയല്ലാഹു അൻഹയെ നിത്യമായ ഇബാദത്തിൽ മുഴുകുന്നവരാക്കി മാറ്റി. അള്ളാഹുവിന് ഇഷ്ടം ലഭിച്ച ആബിദത്തായി ബീവി മഹദി അവറുകൾ മാറുകയാണ്. മികവരാമിസ്ഹാക്കതെന്നോർ വേളിയും കടീത്തേ പിന്റെ മാരർ കോട് മിസ് റാനതിൽ വാസീത്തേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മീയ നിർദ്ദേശപ്രകാരം മഹദി അവറുകളെ ഇസ്ഹാഖുൽ മുഅ്തമൻ എന്ന സൂഫി വര്യനെ അവിടുത്തെ പിതാവ് വിവാഹം ചെയ്തു നൽകി. അതിനുശേഷം പ്രിയതമനോടൊപ്പം പൗരാണികതയുടെ ഈറ്റില്ലമായ മിസ്രിലേക്ക് മഹദി അവറുകൾ താമസം മാറുകയാണ്. ജിഗവരാം ഷാഫി ഇമാം എപ്പോഴും ആടൂത്തേ ചെയ്തിടിക്കും തേട്ടം ഹദി സേറയാൽ താരീത്തേ. മികവരിൽ ദീനം ഭവിക്കുൾ ബീവിയോടിരാത്തേ വിട്ടിടും ആളെ ശിഫാക്ക് തേട്ടമിൽ ഇടത്തേ. സമകാലികരായിരുന്നു. അതുല്യരായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവും ബീവി നഫീസ റളിയല്ലാഹു അൻഹയും പരസ്പരം സ്നേഹവും ബഹുമാനവും ഏറെ കാത്തു സൂക്ഷിച്ചിരുന്നു. ഇരുവരും വിഷമങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടാൻ വേണ്ടി ദൂതന്മാരെ ദുആവസിയത്തോടുകൂടി പറഞ്ഞയക്കാറുണ്ടായിരുന്നു. സുഗമിനാകി റബ്ബിനോട് തേടിടും ബീസത്തെ സൂക്ഷ്മമിൽ ശിഫാഉടയോൻ നൽകിടും ശരണത്തെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
റസൂലുള്ളാഹ്. പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ധാരാളം പേർ ദിനേനെ മഹദിയെ സന്ദർശിക്കാറുണ്ടായിരുന്നു. അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ദാസിയായ ബീവി നഫീസ റളിയല്ലാഹു അൻഹയുടെ ദുആകൾക്ക് തൽക്ഷണം ഇജാബത്ത് ലഭിക്കാറുണ്ടായിരുന്നു. ചൊന്ന സാരം ഓർത്തെനിക്കുൾ അജലിതെന്നൂരത്തെ ചുറ്റി നിൽക്കുന്നാളരോട് ഞാനതിൽ മാറിത്തേ. ചൊന്ന സാരം ഓർത്തെനിക്കുൾ അജലിതെന്നാടൂത്തേ ചുറ്റി നിൽക്കുന്നാളരോട് ഞാനതിൽ മാറിത്തേ. ഒരിക്കൽ തലയിൽ സംഭവിച്ച വലിയൊരു മുറിവ് മാറിക്കിട്ടാൻ വേണ്ടി ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യരെ മഹദി അവറുകളിലേക്ക് പറഞ്ഞയച്ചപ്പോൾ മഹദി അവറുകളുടെ മറുപടി ഇമാം അവറുകൾക്ക് അള്ളാഹുവിന്റെ ലിഖാവ് ഉണ്ടാകാൻ തൗഫീഖ് നൽകട്ടെ എന്നതായിരുന്നു. ഇതറിഞ്ഞ ഷാഫി ഇമാം തന്റെ ശിഷ്യരോടും അനുവാചകരോടും എന്റെ മരണം അടുത്തിരിക്കുന്നു എന്ന കാര്യം അറിയിക്കുകയാണ്. കരുണാതാരുൾ ബീവി നഫീസത്തിൽ റളിയല്ലാഹ് കരുണാരിലാനാങ്കൾ കണൈത്തിടല്ലാഹ്. പ്രധാന ഫോരുൾ ബീവി നഫീസത്തിൽ റളിയല്ലാഹ് പ്രമാണാരിലാനാങ്കൾ കണൈത്തിടല്ലാഹ്. 145 ജനിച്ച ബീവി നഫീസ റളിയല്ലാഹു അൻഹ തന്റെ 63-ാം വയസ്സിൽ ഹിജ്റ 208 റമളാനിലെ വെള്ളിയാഴ്ച രാവിൽ ഈ ലോകത്തോട് വിട പറയുകയാണ്. തന്റെ മരണം മുൻകൂട്ടി കണ്ട മഹദി അവറുകൾ ആദ്യം തന്റെ ഖബർ കുഴിച്ച് അതിലിരുന്ന് ഒരുപാട് ഖതുവുകൾ തീർത്തിട്ടുണ്ട്. ആ വെള്ളിയാഴ്ച രാവിൽ ആകാശങ്ങൾ പൊട്ടിക്കരയുകയാണ്. മണ്ണും വിണ്ണും തേങ്ങിയ നിമിഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹദി അവറുകളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ അവരോടൊക്കെ കൂടെ നാളെ സ്വർഗ്ഗത്തിൽ നമ്മെ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.